التمسك بالأثر نجاه. 33-ാമത്തെ ചോദ്യം, അരിഫി സ്വലാ. നിസ്കാരം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? എന്താണ് നിസ്കാരം എന്ന് വെച്ചാൽ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങൾ 5 അതിൽ 2 ഷഹാദത്തുകളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദ് റസൂലുള്ളയും. അതിനുശേഷം പിന്നെ വരുന്ന ഇസ്ലാമിൻ്റെ സ്തംഭം എന്നുള്ളത് നിസ്കാരമാണ്. അപ്പം നിസ്കാരം ഒരാൾക്ക് അറിയില്ല, എന്താണ് നിസ്കാരം എന്നറിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് നിസ്കാരത്തെ നമ്മൾ പരിചയപ്പെടുത്തുക? നിസ്കാരം എന്നുള്ള പ്രവർത്തനത്തെ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക? അതിനുത്തരം കൊടുത്തിട്ടുള്ളത് അൽ ജവാബ് ഹിയ തഅബ്ബുദു ലില്ലാഹി ബി അഖ്വാലിൻ വ അഫ്ആലിൻ മഖ്സൂസ. ചില പ്രത്യേക പ്രവർത്തനങ്ങളും സംസാരങ്ങളും കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. മുഫ്തതഹത്തിൻ ബിത് തക്ബീരി വ മുഖ്തതമത്തിൻ ബിത് തസ്ലീം. ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ്, അവസാനിക്കുന്നത് തസ്ലീം സലാം വീട്ടുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം സലാം തക്ബീർ കൊണ്ട് തുടങ്ങി സലാം വീട്ടുന്നതിൽ അവസാനിക്കുന്ന ചില പ്രത്യേക സംസാരങ്ങളും പ്രവർത്തനങ്ങളും, അതുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യലാണ് നിസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അതാണ്. അപ്പോൾ സംസാരം എന്ന് പറയുമ്പോൾ അതിൽ പല സംസാരങ്ങളും വരുന്നുണ്ട്. നമുക്കറിയാം, തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളത് നമ്മൾ സംസാരിക്കൽ, ഉറക്കെ പറയാം, അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. അതേപോലെ തന്നെ അതിനുശേഷം ഫാത്തിഹ ഓതുന്നത്, സൂറത്ത് ഓതുന്നത്, പിന്നെ തക്ബീർ ചൊല്ലി പിന്നെ റുക്കൂയിൽ ചൊല്ലുന്നത്, അങ്ങനെ ഓരോ പല കാര്യങ്ങളും നമുക്ക് ചൊല്ലേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ നിൽക്കുന്നു, പിന്നെ അതിനുശേഷം റുക്കൂവിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നു, പിന്നെ വീണ്ടും ഉയരുന്നു, വീണ്ടും സുജൂദിലേക്ക് പോകുന്നു. അങ്ങനെ പല പ്രവർത്തനങ്ങളും ഈ നിസ്കാരത്തിലുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഈ സംസാരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുക, അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണല്ലോ. 2 നിബന്ധനകളുണ്ട് സ്വീകരിക്കപ്പെടാൻ. ഒന്നാമത്തത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, അതല്ലെങ്കിൽ സ്വർഗത്തിലെ പദവികൾ കിട്ടുക, പ്രതിഫലം ലഭിക്കുക. ഇങ്ങനെ റബ്ബിൻ്റെ അടുക്കലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മളുടെ ലക്ഷ്യമായി ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നാലെ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു 2ാമത്തെ നിബന്ധന എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ചെയ്യണം. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതാണ്, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സ്വഹാബത്തിന് എങ്ങനെയാണ് നിസ്കാരം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്മേൽ സാധാരണ ഖുതുബ പറയാൻ ഉപയോഗിക്കാറ്, കയറി നിൽക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് എല്ലാവർക്കും നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മിമ്പറിന്മേൽ കയറി നിസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് സുജൂദിൻ്റെ സമയമാകുമ്പോൾ മിമ്പറിൽ നിന്ന് എന്ത് ചെയ്യും, താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് സുജൂദ് ചെയ്യുകയും വീണ്ടും കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് തന്നെ അടുത്ത റക്അത്താകുമ്പോൾ കയറി പോവുകയും ചെയ്യുന്ന രൂപത്തിൽ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിസ്കാരം, അതിൻ്റെ രൂപം, അതിൻ്റെ സമയമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്താണ്. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നതാണ്. ഈ നിസ്കാരം 5 നേരത്തെ നിസ്കാരമായി നിർബന്ധമാക്കുന്നത് ഇസ്രാ മിഅ്റാജിൻ്റെ ആ ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ്റെ അടുക്കലേക്ക് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുവരാൻ ജിബ്രീൽ അലൈഹിസ്സലാമയെയും അതുപോലെ തന്നെ ബുറാഖ് എന്ന പേരുള്ള വാഹനത്തെയും
പറഞ്ഞയക്കുകയും അങ്ങനെ വാഹനത്തിലേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസിലേക്ക് വന്ന് അവിടെ നിന്ന് പിന്നെ 7 ആകാശങ്ങൾക്ക് മുകളിലേക്കൊരു എന്താ പറയുക, ഒരു ഏണി പോലെ അല്ലെങ്കിൽ ആ രൂപത്തിലൊരു കയറി പോകാനൊരു സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും അങ്ങനെ 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് എത്തുകയും അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നിസ്കാരം 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. അതുപേക്ഷിച്ചാൽ ഒരാൾ കാഫറായി പോകും, മുസ്ലിം അല്ലാതാകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. സാന്ദർഭിക സൂചിപ്പിക്കട്ടെ, ഈ നിസ്കാരത്തിൻ്റെ സമയങ്ങൾ അതൊക്കെ ഈ ഒരു ഇസ്രാ മിഅ്റാജിന് ശേഷം വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം, ഒരു ദിവസം 2 ദിവസം അടുപ്പിച്ചു വന്നു. ആദ്യത്തെ ദിവസം ഓരോ നിസ്കാരത്തിൻ്റെയും ആദ്യത്തെ സമയത്തിലാണ് ജിബ്രീൽ വന്നത്. ഓരോ നിസ്കാരത്തിൻ്റെയും ആദ്യത്തെ സമയം, ഇപ്പോൾ സുബഹിൻ്റെ ആദ്യത്തെ സമയം എന്ന് പറയുന്നത് ബാങ്ക് കൊടുത്ത ഉടനെ, അവസാനത്തെ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുന്നേ. അപ്പോൾ ആദ്യത്തെ ദിവസം ഓരോ നിസ്കാരത്തിലെയും ആദ്യത്തെ സമയത്തിൽ ജിബ്രീൽ വന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയും രണ്ടാമത്തെ ദിവസത്തിൽ എല്ലാ നിസ്കാരങ്ങളുടെയും അവസാനത്തെ സമയത്തിൽ ജിബ്രീൽ വന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്യാണ്, കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആ നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അതാണ് സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു അതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന കൽപ്പന നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം.